അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, മാസ് കാണാനുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമുക്ക് നോക്കാം. അല്ലെ ഈ പ്രോബ്ലം ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ. കാൽക്കുലേറ്റ് മാസ് ഓഫ് ദി സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ്റെ മാസാണ് കാണേണ്ടത്? 50 ml 0.55 മോൾസ് പെർ ലിറ്റർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ. സോഡിയം കാർബണേറ്റ് കേട്ടോ. സോഡിയം കാർബണേറ്റിൻ്റെ മോളാർ മാസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. 106 gram ആണ് കേട്ടോ. അപ്പോൾ ഗിവൺ ഫസ്റ്റ് എം വി എസ് തന്നിട്ടുണ്ട്. 50 ml ആണ് പ്രോബ്ലത്തിന്. എം ബി 106 ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ ഇത് മൊളാരിറ്റിയാണ് 0.55 മോൾസ് പെർ ലിറ്റർ അല്ലെങ്കിൽ മോളാർ. ഇവിടെ മോൾസ് പെർ ലിറ്റർ എന്നാണ് തന്നത്, അതുകൊണ്ട് ഇങ്ങനെ എഴുതി കേട്ടോ. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഓഫ് ദി സോല്യൂട്ട് കേട്ടോ. ഡബ്ല്യു ബി എന്ന വെയിറ്റ് ഓഫ് ദ സോല്യൂട്ട് എന്നാണ്. വെയിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസ്സാണ് കേട്ടോ. ഡബ്ല്യു എന്ന വെയിറ്റിന് സിമ്പലാണ്, പക്ഷെ ഇവിടെ നമ്മൾ മാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തുക, ഗിവൺ ചെയ്തു, അതിന് മാർക്ക് ഉണ്ട്. അതിനുശേഷം എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, മൊളാരിറ്റിയും വെയിറ്റും തമ്മിലുള്ള റിലേഷനാണത്. അപ്പോൾ ഡബ്ല്യു ബി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ക്യാപിറ്റൽ എം മൊളാരിറ്റി ഇൻറ്റു എം ബി മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു വി എസ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ 1000. അടുത്ത സ്റ്റെപ്പ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒക്കെ തന്നിട്ടുണ്ട്. 0.55 മോൾസ് പെർ ലിറ്റർ, മൊളാരിറ്റി 106 മോളാർ മാസ് ഇൻറ്റു 50 ml വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ 1000. അത് ചെയ്ത് കഴിഞ്ഞാൽ 2.92 gram എന്ന് കിട്ടും. ഇത് മാസ്സാണല്ല, മാസിൻ്റെ യൂണിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് വിത്ത് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫുൾ മാർക്ക് കിട്ടുക. ഗ്രാമാണ് യൂണിറ്റ്. കിലോഗ്രാം എന്നൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഗ്രാം എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഓക്കെ. ഇനി കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്താണ്ടില്ലേ, ഇവിടെ മൊളാരിറ്റിയാണ് തന്നത്, എന്നിട്ട് നമ്മൾ മാസ് കണ്ടു. ഇതേപോലെ ചിലപ്പോൾ നോർമാലിറ്റി തരും, എന്നിട്ട് നമുക്ക് എന്ത് കാണാൻ പറയും, മാസ് കാണാൻ പറയും. അതേപോലെ ചിലപ്പോൾ സ്ട്രെങ്ത് അല്ല, സ്ട്രെങ്ത് തന്നെ മാസ്സാണല്ലോ. അപ്പോൾ ചിലപ്പോൾ മൊളാരിറ്റി തരും, ചിലപ്പോൾ നോർമാലിറ്റി തരും, ചിലപ്പോൾ പി പിയും തരും കേട്ടോ. അപ്പോഴും വെയിറ്റ് കാണാനുള്ള പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻറ്റിൽ തരും, അതേപോലെ എക്സാമിനൊക്കെ ചോദിക്കും. ഓക്കെ. അതേപോലെ ഈ ഇക്വേഷൻസ് ഒക്കെ എവിടെ വേണം നമുക്ക് ടൈട്രേഷൻ ചെയ്യുമ്പോൾ വോളിയോമെട്രിക് അനാലിസിസിൽ ആവശ്യമുള്ള ഇക്വേഷൻസുകളാണത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ നമ്പർ ഓഫ് ഈക്വലൻസ് കാണാനുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ മുമ്പത്തെ വീഡിയോസിലുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ 100 ml ഓഫ് 0.45 മോളാർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ 100 ml ഓഫ് 0.45 മോളാർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് രണ്ട് ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഒന്ന് ഏതായിരുന്നു, ഡബ്ല്യു ബി ബൈ എം ബി. മാസ് ഓഫ് ദ സോല്യൂട്ടിനെ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി. ഇവിടെ ഡബ്ല്യു ബി തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ തന്നത്? മൊളാരിറ്റിയാണ് തന്നത്, വോളിയം ഓഫ് ദ സൊല്യൂഷനാണ് തന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ വോളിയവും അതിൻ്റെ മൊളാരിറ്റിയാണ്. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ടും മോളാർ മാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടില്ല? മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് തന്നിട്ടില്ല. മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് അല്ല, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ടോ? സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല, മൊളാരിറ്റി എന്ന് തന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ എന്താണ്. ഇതേപോലെ മൊളാരിറ്റിക്ക് പകരം ചിലപ്പോൾ നോർമാലിറ്റി തരും, എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് അല്ല അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക, നമ്പർ ഓഫ് ഇക്വലൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ അസൈൻമെൻറ്റിൽ തരും. അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഗിവൺ ചെയ്തുക. വി എസ് തന്നിട്ടുണ്ട് 100 ml, മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.45 മോളാർ, അല്ലെങ്കിൽ മോളാറിന് പകരം മോൾസ് പെർ ലിറ്റർ ഒന്നും തരും ചിലപ്പോൾ. ഓക്കെ. എൻ നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. എന്നിട്ട് ആ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അതിന് നമ്മൾ സ്മോൾ എൻ ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വി എസ്
ബ്രാക്കറ്റിൽ ml എഴുതുക ഡിവൈഡഡ് ബൈ 1000. ഇനി ഒന്നുമില്ല, ഒക്കെ തന്നിട്ടുണ്ട്. മൊളാരിറ്റി 0.45 മോളാറാണ് ഇൻറ്റു 100 ml ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എന്താ ആൻസർ കിട്ടി? 0.045 മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ലോ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം തന്നിട്ട് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ppm കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ മൊളാരിറ്റിയും വോളിയം ഓഫ് ദ സൊല്യൂഷനും തന്നു കഴിഞ്ഞാൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെ വോളിയം ഓഫ് ദ സൊല്യൂഷൻ VS കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, നമ്പർ ഓഫ് ഈക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, അതേപോലെ ഈക്വലൻ മാസ് ഓഫ് ദി സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലമാണ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് മറ്റു പ്രോബ്ലങ്ങൾ, ഒരു വ്യത്യാസവും കേട്ടോ. ഇക്വേഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചല്ലേ മുൻ വീഡിയോയിൽ. അപ്പം അതിൻ്റെ അസൈൻമെൻറ്റ് ഞാൻ തരും, അതേപോലെ എക്സാമിന് അത് ചോദിക്കും. അതേപോലെ തന്നെ ടൈട്രേഷനിലൊക്കെ ഇത് ഇക്വേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അസൈൻമെൻറ്റ് ഞാൻ വൈകാതെ തരും കേട്ടോ. ഒന്നാമത്തെ അസൈൻമെൻറ്റ് അത് ഞാൻ മൂഡിൽ കൊടുക്കും കേട്ടോ. ഒന്നാമത്തെ അസൈൻമെൻറ്റ് ഞാൻ മൂഡിലുണ്ടാവും അത് കേട്ടോ. രണ്ടാമത്തെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നോർമാലിറ്റി മൊളാരിറ്റി കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഈക്വലൻ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അസൈൻമെൻറ്റ് ഉണ്ടാവും. അതേപോലെ ഒന്നാമത്തെ അസൈൻമെൻറ്റിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? അല്ലെ ഡി ബ്രോഗ്ലി പ്രോബ്ലംസ്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി വരുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് അതിൽ ഒന്നാമത്തെ അസൈൻമെൻറ്റിൽ നമ്മൾ പറയും. അതേപോലെ വേറൊരു അസൈൻമെൻറ്റ് ഉണ്ടാവും മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നൊക്കെ. ഓക്കെ. ഇനി നമുക്ക് ഡൈല്യൂഷൻ ഇക്വേഷൻ. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കുക. ഡൈല്യൂഷൻ ഇക്വേഷൻ അത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഡൈല്യൂഷൻ ഇക്വേഷൻ മൊളാരിറ്റീൻ്റെ ഉണ്ട്, നോർമാലിറ്റീൻ്റെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. മൊളാരിറ്റീൻ്റെ ഇക്വേഷനും ഉണ്ട്, നോർമാലിറ്റീൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് ഡൈല്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഡൈല്യൂഷൻ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊളാരിറ്റി ഇക്വേഷൻ. എന്താണ് മൊളാരിറ്റി ഇക്വേഷൻ? ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡൈല്യൂഷൻ. ഇപ്പം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു നമ്പർ ഓഫ് മോൾസിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തല്ലോ. നമ്പർ ഓഫ് മോൾസിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു അല്ലേ? മുമ്പത്തെ ഇതിൽ നമ്മൾ ചെയ്തല്ലേ? ഇതാണ് ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ്. എന്താ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റിയും വോളിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000 എന്നാണ് കേട്ടോ. ഇതാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഡൈല്യൂഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈല്യൂഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ഒരു ബക്കറ്റിൽ 1 ലിറ്റർ അല്ലെ 2 ലിറ്റർ വെള്ളമുണ്ട്. ഒരു ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളമുണ്ട്, 2000 ml വെള്ളമുണ്ട് കേട്ടോ. അതിൽ എത്ര ഗ്രാമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉള്ളത്? 80 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 80 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഞാൻ 2 ലിറ്റർ 2000 ml സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ 80 ഗ്രാം എന്തുണ്ട്? 2000 ml, അതായത് 2 ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ എത്ര ഗ്രാമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉള്ളത്? 80 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു ബക്കറ്റിൽ 2000 ml സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്കറിയാം. 2000 ml സോഡിയം ഹൈഡ്രോക്സൈഡിൽ 80 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണ്? അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000 ml എത്രയാണ്? 80 ഗ്രാം. അപ്പോൾ 1000 ml എത്ര ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 1000 ml അപ്പോൾ എത്ര ഉണ്ടാവും? 2000ൽ 80.
അപ്പോൾ 1000-ൽ എത്ര ഉണ്ടാവും? 40 ഗ്രാം. ഇനി 40 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോളാർ മാസാണ്. അപ്പം നിങ്ങൾ മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മോളാർ എന്നാണ് കിട്ടുക. അതായത് 40 ഗ്രാം 1000 ml ഉണ്ടെങ്കിൽ 1 മോളാർ എന്നാണ് വിളിക്കുക കേട്ടോ. ഇവിടെ 2000 ml 80 ഗ്രാം. അപ്പോൾ 1000 ml എത്ര ഗ്രാം ഉണ്ട്? 40 ഗ്രാം. 40 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളാർ മാസാണ്. അതായത് 80 ഗ്രാം 2000 ml സോഡിയം ഹൈഡ്രോക്സൈഡിലെ സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി നിങ്ങൾ മൊളാരിറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മോളാർ എന്നാണ് കിട്ടുക. അതായത് ബക്കറ്റിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി നമുക്കറിയാം. എത്ര മൊളാരിറ്റി? 1. വോളിയം എത്രയാണ്? 2000 ml കേട്ടോ. അപ്പം ബക്കറ്റിലുള്ള സൊല്യൂഷൻ്റെ മൊളാരിറ്റി 1 മോളാർ എന്നറിയാം, വോളിയം 2000 ml എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? മൊളാരിറ്റി ഏതാ? 1 ആണ്, ഇൻറ്റു 2000 ഡിവൈഡഡ് ബൈ 1000. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? 2000 ml ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും, ഇൻറ്റു മൊളാരിറ്റി കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടൂലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയില്ല. എത്ര കിട്ടുക? മൊളാരിറ്റി 1 ആണ്. മൊളാരിറ്റി 1 ആണ്. ഇത് 2000 ആണ്, ഇത് 1000 ആണ്. അപ്പോൾ 2000-ഉം 1000-ഉം വെട്ടിപ്പോയി, 1000-ഉം വെട്ടിപ്പോയി. പിന്നെ ഇവിടെ 2 ആണ് ഉണ്ടാകുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? അപ്പോൾ 2000 ml 80 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ മൊളാരിറ്റി 1 ആയിരിക്കും. വോളിയം എത്രയാണ്? 2000. അപ്പോൾ 2000-ഉം 1000-ഉം വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ 2 ആണ് ഉണ്ടാകുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബക്കറ്റിലുള്ള എത്ര? 2 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അതിലെന്ത് ചെയ്യുക വെച്ചാൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമോ? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമോ? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമോ? കൂടൂല. വെള്ളം ഒഴിക്കുന്ന നമ്മൾ, അതാണ് ഡൈല്യൂട്ട് ചെയ്യുന്ന വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് മാറുമോ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 ml എത്ര മോൾസ് ഉണ്ട്? മോൾസ് മാറുമോ? 1000 ml എത്ര മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്? ഇപ്പം ബക്കറ്റിൽ എത്രയുള്ളത്? 2 മോൾസ് ആണ് ഉള്ളത്. ഇനി എത്ര 10,000 ലിറ്റർ 1,00,000 ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും വോളിയം ഓഫ് ദ സൊല്യൂഷൻ മാറും, മൊളാരിറ്റി മാറും, പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് മാറുമോ? മാറൂല. അപ്പോഴും 2 ആയിരിക്കും കിട്ടുക. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പം 2 ലിറ്റർ വെള്ളമല്ല ഉള്ളത്, സൊല്യൂഷനല്ല ഉള്ളത്. ഇനി 5 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. ഇപ്പം 2 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. 2 ലിറ്റർ വോളിയം ഓഫ് ദി സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബക്കറ്റിൽ ഇനീഷ്യലി എത്ര ഉള്ളത്? 2 ലിറ്റർ. ഇനി ഞാൻ 5 ലിറ്റർ ഒഴിച്ചു. അപ്പം ടോട്ടൽ എത്രയായി? 10 ലിറ്ററായി. 10 ലിറ്റർ ആയല്ലോ. അപ്പോൾ ഇത് ബക്കറ്റിലുള്ള ഇനീഷ്യൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര? 2 നമുക്ക് കിട്ടി. അപ്പോൾ ഇനീഷ്യൽ ആയതുകൊണ്ട് മൊളാരിറ്റിക്ക് നമുക്ക് M1 എന്ന് കൊടുക്കാം. വോളിയം ഓഫ് ദ സൊല്യൂഷന് VS എന്ന് നമുക്ക് മാറ്റാം. S എന്നൊന്നും ഇനി ഇടണ്ട, V1 എന്ന് കൊടുക്കുക കേട്ടോ. ഇതിന് M1 എന്ന് കൊടുക്കുക, ഇതിന് V1 എന്ന് കൊടുക്കുക കേട്ടോ. അപ്പം ബക്കറ്റിലുള്ള സൊല്യൂഷൻ്റെ മൊളാരിറ്റിക്ക് നമുക്ക് M1 എന്ന് കൊടുക്കുക. ഇനീഷ്യൽ ആയിട്ടുള്ള മൊളാരിറ്റി 1 മോളാർ ആണല്ലോ, അതിന് M1 എന്ന് കൊടുക്കുക. വോളിയത്തിന് VS എന്നൊക്കെ ഒഴിവാക്കിയിട്ട് V1 എന്ന് കൊടുക്കുക, V1 കേട്ടോ. ഇനി ഞാൻ 5 ലിറ്റർ വെള്ളം ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയായി? 10 ലിറ്റർ വെള്ളമായി. 10 ലിറ്റർ വെള്ളമായല്ലോ. അപ്പോൾ 10 ലിറ്റർ വെള്ളം, 10 ലിറ്റർ സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം എത്രയായി? 10 ലിറ്റർ ആയി. അപ്പം അതിൻ്റെ മൊളാരിറ്റി എത്രയായിരിക്കും? മൊളാരിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മൊളാരിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വോളിയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വോളിയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മുമ്പ് നമ്മൾ മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണ് മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൊളാരിറ്റി ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു VS. അപ്പോൾ വോളിയം ഓഫ് ദ സൊല്യൂഷനും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. മൊളാരിറ്റി ഈസ് ഇൻവേഴ്സ്ലി, ഡിനോമിനേറ്ററിലാണ് VS, വോളിയം ഓഫ് ദ സൊല്യൂഷൻ. മൊളാരിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്നാണ്. അപ്പം മൊളാരിറ്റി കൂടുമ്പോൾ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക കേട്ടോ.
അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ മൊളാരിറ്റി